മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മള് ഫ്യൂച്ചറിൽ ഇപ്പോ 2000-ന് ശേഷമുള്ള എല്ലാവരും ഡിഫറെന്റ് ആംഗിളിലാണ് ഓൾഡ് ആൾക്കാർ കാണുന്നത്. ലഹരി വാട്ട് ഈസ് ദ ലഹരി? ലഹരി മീൻ അത് അവരുടെ ഒരു സമാധാനമാണ്. ലഹരി ഉപയോഗിക്കുക MDMA. അപ്പൊ ഇന്നലൊക്കെ ഒരു വാർത്ത കണ്ടു, ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്യാൻ വരും. ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം, എന്തായാലും പാരമ്പര്യം എന്ന സാധനത്തിൽ അത് വളരെ ശ്രദ്ധിക്കുക. കുട്ടികൾ എപ്പോഴും നോക്കുക, ഫോൺ എപ്പോഴും എല്ലാവരും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. ലഹരി എന്ന് പറഞ്ഞാൽ അത് 3 രൂപത്തിലാണുള്ളത്. ഒന്ന് സ്നേഹത്തിന്റെ ലഹരിയുണ്ട്, ഒന്ന് മതത്തിന്റെ ലഹരിയുണ്ട്, ഒന്ന് നമ്മൾ കെമിക്കലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലഹരി. അത് ഭക്ഷണത്തിലൂടെ ഒക്കെ വരുന്ന ആളാണ് സാധനമാണ്. അതുകൊണ്ട് ലഹരികൾ ഉപയോഗിക്കുന്ന ആൾക്കാർ മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ ഉപയോഗിക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ അതിനെപ്പറ്റിയുള്ള ബോധറായിട്ടുള്ള ക്ലാസുകൾ കൊടുക്കുക. MDMA അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മളൊരു സാധനം മറ്റുള്ള ആൾ വാങ്ങി കഴിക്കുമ്പോൾ അത് വെള്ളമായിക്കോട്ടെ ചോക്ലേറ്റ് ആയിക്കോട്ടെ എല്ലാത്തിനും വളരെ ബോധറാവണം. കൈവശം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് ആരും എന്തും ആർക്കും ചെയ്യാം. പിന്നെ ടെക്നിക്കലി നമ്മളെല്ലാവരും പഠിച്ചു വന്ന്, അതായത് 90 അല്ലെ 89 എന്റെ സെയിം ഡേറ്റ് ഓഫ് ബർത്തുള്ള യുവത്വത്തിനോട് എനിക്ക് പറയാനുള്ളത്, കാലമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഒരുപാട് സ്കൂള് മദ്രസകളൊക്കെ പഠിക്കുന്നുണ്ട്. മേ ബി ചേഞ്ച് ഓൾ തിങ്ക് ആർ ടു ചേഞ്ച് ഇൻ ദ വേൾഡ്. മേ ബി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മുസ്ലിം നാമധാരിയാണ്. അപ്പോൾ നമുക്കൊരാൾ വരാനുണ്ട്, ഇമാം മഹദി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരാനുള്ള യജൂജ് വൽ മൗജൂജ്, അതിനെക്കുറിച്ച് ഞാൻ പഠനം നടത്തി. അത് മനുഷ്യരൂപത്തിൽ 2 ആൾക്കാരാണ്. അപ്പോൾ വളരെ അധികം എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും. സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ പോലും അത് റിയൽ ആണോ ഫേക്ക് ആണോ ആണോ എന്ന് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും നല്ല കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോവുക. അത് മാത്രവുമല്ല, നമ്മളെ നോമ്പൊക്കെയാണ് വരാൻ പോകുന്നത്. അവനവൻ്റെ നാട്ടിലുള്ള പള്ളി അല്ലെങ്കിൽ പരിസരം അതൊക്കെ ഒന്ന് റീക്രിയേഷൻ ചെയ്യുക, നമ്മൾ മോട്ടിവേഷൻ അല്ലെങ്കിൽ റിനോവേഷൻ ചെയ്യുക. കാരണം വേൾഡിൽ ഇനി മുന്നോട്ട് വരാൻ പോകുന്ന വലിയൊരു സംഭവമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും സംസാരിക്കാം. ഇൻഷാ അല്ലാഹ് കാണാം.